കർഷക ദിനത്തിൽ പാലക്കാട് ആളിക്കത്തി കർഷക പ്രതിഷേധങ്ങൾ. സർക്കാരിന് നെല്ല് നൽകി 5 മാസമായിട്ടും തുക ലഭിക്കാത്തതിനാൽ വിവിധയിടങ്ങളിൽ കർഷകർ തെരുവിലിറങ്ങി. കർഷക ദിനം കരിദിനമായും വഞ്ചനാ ദിനമായും ആചരിച്ചു. മന്ത്രി എം പി രാജേഷ് പങ്കെടുത്ത പരിപാടിയിൽ കറുത്ത മാസ്ക് അണിഞ്ഞ് കർഷകരെത്തി. കുഴൽമന്നത്ത് ശവമഞ്ചവുമായി മാർച്ച് നടത്തിയ കർഷകർ പിണറായി വിജയന്റെ കോലം കത്തിച്ചു. പാലക്കാട് നഗരത്തിൽ കെട്ടുതാലിയുമായാണ് കർഷകർ പ്രതീകാത്മക പ്രതിഷേധം നടത്തിയത്. ചിങ്ങപ്പുലരിയിൽ നിറയും പുത്തരിയുമായി ഓണാഘോഷങ്ങളിലേക്ക് കടക്കേണ്ട പാലക്കാട്ടെ കർഷകർ കൊയ്ത്തു കഴിഞ്ഞ് 5 മാസമായിട്ടും സംസ്ഥാന സർക്കാർ നെല്ലിൻ്റെ വില നൽകാതായതോടെയാണ് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത്. സർക്കാരിൻ്റെ കർഷക ദിന പരിപാടികൾ ബഹിഷ്കരിച്ച കർഷകർ കർഷക ദിനം വഞ്ചനാ ദിനമായും കരിദിനമായും ആചരിച്ചു. കുഴൽമന്നം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് ശവമഞ്ചവുമായി മാർച്ച് നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു. കർഷകൻ ഈ ചിങ്ങം 1 വളരെ ദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. ഇനി ഇതിലേറെ ദുരിതം എന്താ ഉള്ളത്? കർഷകൻ എന്ന് പറയുന്നവനെ അടിമകളാക്കുകയാണ് കേരള സർക്കാരും അവരുടെ ഭരണകൂടങ്ങളും. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വരും നാളുകളിലുണ്ടാവും, അല്ലെങ്കിൽ വരും ജില്ലകളിലുണ്ടാവും. കൃഷി എന്നെ ഉപേക്ഷിക്കേണ്ട രീതിയിലേക്കാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളത്. 5 മാസമായി ഞങ്ങൾ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഇപ്പം ഇന്നലെ സപ്ലൈകോ മന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിലൊന്നും തൃശ്ശൂരിലെ കർഷകർ ചോദിക്കാതെ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. തൃത്താല കപ്പൂരിൽ മന്ത്രി എം പി രാജേഷ് കർഷക ദിനം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ കർഷകർ കറുത്ത മാസ്ക് അണിഞ്ഞ് പ്രതിഷേധിച്ചു. ഫോട്ടോയിൽ വരാനാണ് പ്രതിഷേധമെന്ന് സംഭവത്തെ കളിയാക്കി മന്ത്രി പ്രതികരിക്കുകയും ചെയ്തു. പാലക്കാട് നഗരത്തിൽ 5 വിളക്കിന് സമീപം കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കെട്ടുതാലിയുമേന്തിയും പ്രതിഷേധം നടന്നു. മാർച്ചിൽ കൊയ്തതാണ്. മാസം ഇപ്പോൾ ആഗസ്റ്റായി. ഇന്നേ വരെ കൊയ്ത നെല്ലിൻ്റെ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഓണം എങ്ങനെ ഉണ്ണും എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ കർഷകനിപ്പോൾ ഒരു 5 ഏക്കർ നെൽകൃഷിയുള്ള ഒരു കർഷകന്റെ ദൈനംദിന വരുമാനം എന്ന് പറയുന്നത് 166 രൂപയാണ്. ആ തുക പോലും സർക്കാർ സമയത്തിന് തരാതെ ഈ കർഷകനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണതയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. കൂടാതെ ചിറ്റൂർ മുനിസിപ്പൽ ഓഫീസിന് മുന്നിലും വിവിധ കൃഷിഭവനുകൾക്ക് മുന്നിലും വിവിധ കർഷക സംഘടനകൾ പ്രതിഷേധങ്ങൾ നടത്തി. ചിങ്ങം 1 തെരുവിലിറങ്ങിക്കൊണ്ട് പാലക്കാട്ടെ നെൽകർഷകർ പറയുന്നത് ഇതൊരു സൂചനാ സമരം മാത്രമാണെന്നതാണ്. വരുന്ന 20-ന് സംയുക്ത കർഷക വേദിയുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിൽ സമര പ്രഖ്യാപന കൺവെൻഷൻ ഉൾപ്പെടെ നടത്തി കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ് കർഷകർ. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.